അടപതിയൻ. നല്ല ചൂടും മഴയും ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സമൃദ്ധമായി വളരുന്ന അടപതിയൻ ഭാരതത്തിൽ കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കൊങ്കൺ എന്നിവിടങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നു. ഒരു ചിരസ്ഥായി ധാരുലതയാണ് അടപതിയൻ. തടിച്ച വേരുകളാണ് ഇവയ്ക്കുള്ളത്. അടപതിയൻ ചെടിയുടെ പ്രായമനുസരിച്ച് വേരുകളുടെ കനത്തിൽ വ്യത്യാസം വരും. ഇതിന് കറയുണ്ട്. അടപതിയന്റെ ഹൃദയാകാരമുള്ള ഇലകളുടെ മുകൾ ഭാഗം മിനുസവും അടിഭാഗം രോമാവൃതവുമാണ്. അടപതിയന്റെ ഇലകൾ സമുഖമായി വിന്യസിച്ചിരിക്കും. അടപതിയന്റെ പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പൂങ്കുലയിൽ 4-5 പൂക്കൾ കാണപ്പെടും. പൂക്കൾക്ക് വെളുത്ത നിറമാണ് ഉണ്ടാവുക. നേരിയ മണവും പൂക്കൾക്കുണ്ടാകും. അർക്കപുഷ്പി, ക്ഷീരണി, പയസ്വനി, നാഗവല്ലി എന്നീ സംസ്കൃത നാമങ്ങളിൽ അടപതിയൻ പ്രസിദ്ധമാണ്. ലെപ്റ്റോഡിയ എന്നതാണ് അടപതിയന്റെ ഇംഗ്ലീഷ് നാമമായി അറിയപ്പെടുന്നത്. ആക്സിപ്ലിയോഡസി എന്ന സസ്യകുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് അടപതിയൻ. ഇതിന്റെ ശാസ്ത്രനാമം ഹോളോസ്റ്റെമ അനുലാരി റോക്സ്ബി എന്നാണ്. അടപതിയന്റെ വേരാണ് ആയുർവേദത്തിൽ ഔഷധയോഗ്യമായ ഭാഗമായി കണക്കാക്കുന്നത്. രസമാണെങ്കിൽ മധുരം, ഗുണമാണെങ്കിൽ ലഘുവും സ്നിഗ്ധവും, വീര്യം ശീതവും വിഭാഗവും മധുരവും എന്നീ ക്രമകാരത്തിലാണ് അടപതിയന്റെ ആയുർവേദ രാസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ നോക്കിയാൽ അടപതിയന്റെ വേരിൽ പ്രോട്ടീൻ, പഞ്ചസാര, അതിന്റെ നാര് ഇവ അടങ്ങിയിരിക്കുന്നു. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ അടപതിയൻ വാദവിബദ്ധ ദോഷങ്ങൾ ശമിപ്പിക്കുന്നു. ഇതിന്റെ ഉപയോഗം പ്രമേഹം ഇല്ലാതാക്കുന്നു. ചുമ, വയറുവേദന എന്നിവ ശമിപ്പിക്കുന്നതിന് അടപതിയന് കഴിവുണ്ട്. ശരീരത്തെ തണുപ്പിക്കുവാനും പുഷ്ടിപ്പെടുത്തുവാനുള്ള ശക്തി വേരിനുണ്ട്. നേത്രരോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും അടപതിയൻ ഉത്തമമാണ്. ചെവിക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ഇതിന്റെ ഔഷധ പ്രയോഗം വളരെ നല്ലതാണ്. ഗൊണേറിയ പോലെയുള്ള ലൈംഗിക രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ഉത്തമമാണ് അടപതിയന്റെ ഔഷധ പ്രയോഗം. ഇത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കും. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ വേരുണക്കിപ്പൊടിച്ച് 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ ദിനംപ്രതി 2 നേരം സേവിക്കുന്നത് പ്രമേഹ രോഗത്തിന് വളരെ ശമനമുണ്ടാകും. അടപതിയന്റെ ചൂർണം 5 ഗ്രാം വീതം എടുത്ത് പാലിൽ കലക്കി ദിവസം രാത്രി സേവിക്കുന്നത് കാസരോഗങ്ങൾ ശമിപ്പിക്കും. അടപതിയന്റെ വേര് പൊടിച്ച് പശുവിന്റെ പാലിൽ കാച്ചി ദിവസവും രാവിലെ കുടിക്കുന്നത് അശ്മി രോഗത്തിന് വളരെ ഉത്തമമാണ്. ശരീരത്തെ തണുപ്പിക്കുവാനും പുഷ്ടിപ്പെടുത്തുവാനുള്ള ശക്തി അടപതിയന്റെ വേരിനുണ്ട്. അടപതിയന്റെ വേര് പാലിൽ വേവിച്ച് വെയിലത്തുണക്കി പൊടിച്ചെടുക്കുന്ന ചൂർണം 5 ഗ്രാം വീതമെടുത്ത് പാലിൽ കിളക്കി ദിവസവും രാത്രി സേവിച്ചാൽ ധാതുക്ഷയം, ശരീരക്ഷോണം എന്നിവ മാറിക്കിട്ടും. ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അടപതിയന്റെ ചൂർണം വിധിപ്രകാരം സേവിക്കണം.